പൊതുവെ ഇന്ത്യൻ മണ്ണിൽ ഒരു ലോകകപ്പ് അരങ്ങേറുന്ന സമയത്ത് നമ്മുടെ സ്പിൻ ഡൊമിനൻസിനെ കുറിച്ച് നമുക്കെപ്പോഴും ഭയങ്കര കോൺഫിഡൻസുള്ള വർത്തമാനങ്ങൾ നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ന്യൂസിലൻഡ് സീരീസ് ഈ ഏകദിന പരമ്പരയും T20 പരമ്പരയും കഴിയുന്നതോടുകൂടി അതിലും നമുക്ക് വലിയ ചോദ്യചിഹ്നങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുൽദീപ് യാദവിന് വേണ്ടി നമ്മളെപ്പോഴും അദ്ദേഹം ഇന്ത്യൻ മണ്ണിൽ നന്നായി പെർഫോം ചെയ്യുന്ന കളിക്കാരനാണെന്ന് പറയുകയും അദ്ദേഹത്തെ പുറത്തിരുത്തുമ്പോഴൊക്കെ നമ്മൾ വാദിക്കുകയും ഗൗതം ഗംഭീർ വല്ലാതെ ഓൾറൗണ്ടർമാരെ ആശ്രയിക്കുന്ന സമയത്ത് കുൽദീപ് യാദവ് പുറത്തിരിക്കുന്നതിൻ്റെ റീസൺസ് ഒക്കെ പറഞ്ഞ് നമ്മൾ വല്ലാതെ വാദിക്കുകയും ചെയ്യുന്ന സമയത്ത് കുൽദീപ് യാദവ് നിരന്തരം പരാജയപ്പെടുന്നതും ചില ബാറ്റർമാർക്ക് മുന്നിൽ അദ്ദേഹം ഇന്നൊക്കെ അദ്ദേഹം 6 പോകുന്ന സമയത്ത് അദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്നു. എങ്ങനെയാണ് എറിയേണ്ടത് എന്നറിയാം അദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്ന പല മൊമെൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. വിക്കറ്റ് എടുത്തൊക്കെ ലോങ് ഓണിലൊക്കെ എടുത്തുന്ന ക്യാച്ചുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്ന ചിലത് കിട്ടാതാവുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലോകകപ്പ് തൊട്ട് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് വലിയൊരു ക്വസ്റ്റ്യനായി ചിലപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ബോളിങ്ങിലാണ് നമുക്കിപ്പോൾ മൊത്തം പ്രതിസന്ധികൾ എനിക്ക് നോക്കുമ്പോൾ കാണുന്നത്. ഹർഷിത് റാണയെ ഇന്നത്തെ മത്സരത്തിൽ ഞാൻ ആശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ബൗളർ എന്നാണ് ഹർഷിത് റാണയ്ക്ക് കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന വിശേഷണം. പക്ഷേ ഒരു ബാറ്ററുടെ സ്ലോട്ട് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഹർഷിത് റാണ ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നുള്ളൂ. പക്ഷേ ഹർഷിത് റാണ അപ്പുറത്ത് നിരന്തരം പരാജയപ്പെടുന്നത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺസിസ്റ്റൻ്റ് ആയ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ള റിയാലിറ്റി ആയിട്ട് തന്നെ അംഗീകരിച്ചാൽ മതിയാവും. പലതവണ ഹർഷിത് റാണയെ MSK വിമർശിക്കുന്ന സമയത്ത് ഹർഷിത് റാണ ഡെലിവർ ചെയ്യുന്ന ദിവസങ്ങളിൽ MSKക്കെതിരെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിരന്തരം ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഒരു കൺസിസ്റ്റൻ്റ് ആയ സാധനം പലപ്പോഴും നമുക്ക് കിട്ടുന്നില്ല. ഇന്നത്തെ ആദ്യത്തെ 2 ഓവറുകളൊക്കെ കഴിയുന്ന സമയത്ത് അദ്ദേഹം 10-27 റൺസിന് മുകളിൽ വിട്ടുകൊടുത്തു. അവസാനം ആകുമ്പോഴേക്കും 50 മുകളിൽ അദ്ദേഹം റൺസ് വിട്ടുകൊടുക്കുന്നു. ഈ ന്യൂസിലാൻഡ് സീരീസിൽ തന്നെ പലതവണ അദ്ദേഹം 10 മുകളിൽ അദ്ദേഹത്തിൻ്റെ എക്കോണമി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ജസ്പ്രീത് ബുംറ അല്ലാതെ ആര് നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ആര്? ഈ ജസ്പ്രീത് ബുംറ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ പ്രശ്നങ്ങൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് പലകുറിയായിക്കൊണ്ട് അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കേണ്ടി വരുന്നൊരു ബോളർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബോളിങ്ങിൽ ക്വസ്റ്റ്യൻസ് ബാക്കി കിടപ്പുണ്ട്. അത് ഇന്ത്യൻ മണ്ണിലാണ് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നത് എങ്കിൽ പോലും നമ്മുടെ സ്പിന്നർമാരടക്കം വലിയ ക്വസ്റ്റ്യൻ മാർക്കായി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ഇടകീറി പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു.